Hello friends, Assalamualaikum, Namaskaram. ഇതൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കസ്റ്റേർഡ് ഐസ്ക്രീം. നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഐസ്ക്രീം വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണിക്കുന്നത്. ഈ ഒരു ഐസ്ക്രീമിലേക്കായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 3 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് വേണം. പിന്നെ വേണ്ടത് വനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ. അതിപ്പോൾ എല്ലാ മാർക്കറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. അതൊരു 4 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഷുഗർ അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് 1 കപ്പ് വേണം. വിപ്പിംഗ് ക്രീം 1 കപ്പ് വേണം. പൗഡേർഡ് ഷുഗർ 1/2 കപ്പ് വേണം. വനില എസൻസ് 1/2 ടീസ്പൂൺ വേണം. പിന്നെ നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യോ ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പും വേണം. ഇത്രയൊക്കെയാണ് ഈ ഒരു ഐസ്ക്രീമിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് നമ്മുടെ വനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് വെക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫോസ്റ്റർ ക്ലാർക്സിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ്. അത് വനില ഫ്ലേവേർഡ് ആയിട്ടുള്ളതാണ്. ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മിൽക്ക് ചേർത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത് 3 കപ്പ് മിൽക്കാണ്. നന്നായിട്ട് ഇതിനൊന്ന് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള പാല് ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ പാലിലേക്ക് നമുക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗറിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡറിൻ്റെയും മിൽക്കിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ചേർത്തിയ ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ചേർക്കുന്ന സമയത്ത് തന്നെ അതുപോലെ തിക്കായി കൊണ്ടിരിക്കും. അപ്പോൾ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് ചേർക്കാൻ. ചേർത്തിയ ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്ത് തുടങ്ങുക. ഇത് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി തന്നെ ഫ്ലോപ്പായി പോകും. അപ്പോൾ അത് അടിയിൽ പിടിക്കാതെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ തിക്കാവാനുണ്ട്. അപ്പോൾ നമുക്കൊരു 1 മിനിറ്റ് കൂടെ ചെറിയ ഫ്ലെയിമിൽ ഇതിനൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് തിക്കാവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. ഒരു 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ എടുക്കണം. വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം. പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതിലേക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. വനില എസൻസ് ഒരുപാട് കൂടരുത്. നമ്മൾ എടുത്തിട്ടുള്ള കസ്റ്റേർഡ് പൗഡറും വനില ഫ്ലേവേർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ തന്നെ മതിയാകും. ഇനി ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്ന അത്രയ്ക്ക് ഫോം ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് എത്തുന്നവരെ വിപ്പ് ചെയ്തെടുത്താൽ മതിയാവും. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ എടുക്കുന്ന പാത്രം അതുപോലെ ഈ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡും നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്തതിന് ശേഷം വേണം നമ്മളിതിനെ ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു വിപ്പിംഗ് ക്രീം വിപ്പായി കിട്ടുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വിപ്പായിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റേർഡ് മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഇതുപോലെ ഒന്ന് സാവകാശം ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് ഇത് ഫോൾഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആ വിപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്രീമിൻ്റെ ടെക്സ്ചറൊക്കെ പോകും. അപ്പോൾ സാവകാശം തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനെ കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർക്ക് മാറ്റണം. ഞാൻ ഇതുപോലുള്ളൊരു ഐസ്ക്രീമിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി ഇതിനെ നമുക്കൊരു ക്ലീൻ റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഐസിൻ്റെ ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതിൻ്റെ അടപ്പ് കൊണ്ട് ഇതിനെ അടച്ചു വെച്ച് നമുക്കിതിനെ ഫ്രീസറിലേക്ക് വെക്കാം. ഒരു 5-6 മണിക്കൂർ കൊണ്ട് ഈ ഒരു ഐസ്ക്രീം കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സെർവ് ചെയ്യാം. ഇതുപോലുള്ളൊരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു വലിയ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ എടുക്കാം.
നല്ല കറക്റ്റായിട്ട് ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട്. നല്ല ഐസിൻ്റെ ക്രിസ്റ്റൽസ് ഒന്നും ഇതിൻ്റെ മുകളിൽ ഫോം ചെയ്തിട്ടില്ല. ഫ്രീസറിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. നമുക്ക് ഒരു രാത്രി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് രാവിലത്തേക്ക് കറക്റ്റായിട്ടത് സെറ്റായിട്ട് കിട്ടും. നമ്മളിത് സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം നമ്മളിത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിസ്ത തന്നെ വേണമെന്നില്ല, ചോപ്പ് ചെയ്തിട്ടുള്ള ബദാമോ അതല്ലെങ്കിൽ കാഷ്യൂ നട്ട്സോ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. അത് കഴിക്കുമ്പോഴും ടേസ്റ്റാണ് ഇത് കടിക്കുന്ന ടൈമിൽ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേർഡ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. നമുക്ക് വനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡറൊക്കെ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം എല്ലാവർക്കും കിട്ടുന്നതാണ്. അതൊക്കെ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ഈ ഐസ്ക്രീം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് മിൽക്ക് ഷേക്കുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആപ്പിൾ കസ്റ്റേർഡ് മിൽക്ക് ഷേക്ക്, അതുപോലെ തന്നെ മാംഗോ കസ്റ്റേർഡ് മിൽക്ക് ഷേക്ക്, പിന്നെ ബനാന കസ്റ്റേർഡ് മിൽക്ക് ഷേക്ക്, അങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ ചേർത്തിട്ട് ഒരുപാട് ടൈപ്പിൽ മിൽക്ക് ഷേക്കുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നമ്മൾ ഫലൂഡ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ടോപ്പിങ്സിന് വനില ഐസ്ക്രീം അതുപോലെ തന്നെ സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു കസ്റ്റേർഡ് ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് കൂടെ വെച്ച് കൊടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല, നമ്മൾ കുട്ടികൾക്കൊക്കെ പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഭംഗിക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് സ്ട്രോബെറിയുടെ സിറപ്പോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറപ്പുകളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കൂടുതൽ ടേസ്റ്റി ആക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഐസ്ക്രീം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.